നമ്മുടെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന കാര്യം റാൻഡ് ആയിട്ടായിരിക്കും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷെ പേഴ്സണലി എനിക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ട് അവരെ സെലക്ട് ചെയ്യുമോ, അവർക്ക് ഗിഫ്റ്റ് തരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഓൾറെഡി റാൻഡം ആയിട്ടാണ് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരെ എന്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്യാന്ന് പറയുന്നത് അത് ഞാൻ നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് കാണിക്കുന്ന ഒരു ചീറ്റിംഗ് പോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും റാൻഡ് ആയിട്ടായിരിക്കും വിന്നർ സെലക്ട് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ ചാനലിൽ ഇത് ഫസ്റ്റ് ഗിവ് അവേ ആണ്. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ഗിവ് അവേ ആയിട്ട് നമ്മൾ 5 വിന്നേഴ്സിനാണ് വെച്ചേക്കുന്നത്. ഈ 5 വിന്നേഴ്സിനും നമ്മൾ അത്യാവശ്യം നല്ല ഗിഫ്റ്റ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വേറൊന്നല്ല, എന്റെ ഇഷ്ടത്തിന് ഒരാളെ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഗിവ് അവേ എന്നും പറഞ്ഞ് വെക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് ഞാൻ അങ്ങനെ ഒഫൻസീവ് ആയിട്ട് പറഞ്ഞൊന്നല്ല. ഞാനിപ്പോൾ ഇവിടെ പറയാൻ കാരണം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്റെ അടുത്ത് ഇങ്ങനെ ഗിഫ്റ്റ് തരുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് നമ്മൾ റാൻഡ് ആയിട്ടായിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും കിട്ടുമെന്ന് ഞാൻ എന്റെ രീതി പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ എനിക്ക് തിരിച്ചു വരാറുള്ള റിപ്ലൈ എന്ന് പറയുന്നത് റാൻഡ് ആയിട്ട് തന്നെ സെലക്ട് ചെയ്തെന്ന് അവരോട് പറഞ്ഞാൽ മതി, എന്നിട്ട് എന്റെ പേര് പറയുമെന്നൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ആരെയും എനിക്ക് പേഴ്സണലി അറിയില്ല. അപ്പോൾ ഞാൻ എന്റെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്താലും റാൻഡ് ആയിട്ട് സെലക്ട് ചെയ്താലും എങ്ങനെയായാലും ആർക്കൊക്കെയോ ആണ് കിട്ടാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞത് ആരെയും ഹേർട്ട് ആക്കാനല്ല, പക്ഷെ ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി.